ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ സി പി എമ്മായിട്ട് ബന്ധപ്പെട്ട ഖിലാഡി പ്ലാനിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റുമായിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 1 to 5 വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് എപ്പോൾ വരും എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി കുറച്ച് എഫക്റ്റീവായിട്ട് വരണമെന്നുള്ള എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം വർക്ക് ചെയ്തിട്ട് നമ്മൾ 6 മുതൽ 10 ദിവസം വരെയുള്ള എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യുക. ഓക്കെ, ഇതാ വരുന്നു നമ്മുടെ ഡേ 6ൻ്റെ ടൈം ടേബിള്. നമുക്ക് ആദ്യം നമ്മൾ തിരുവിതാംകൂർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂറിൽ 4 രാജാക്കന്മാരെ നമ്മൾ നോക്കി. അപ്പോൾ തിരുവിതാംകൂറിലെ അടുത്ത ആ ഒരു 4 രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ നമ്മൾ നോക്കാൻ പറ്റും. അപ്പോൾ തിരുവിതാംകൂറിലെ 4 രാജാക്കന്മാർ അവർ അതെങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മൊത്തം കഥയായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ആരൊക്കെയാണ് ഭരണകർത്താക്കൾ, അവരുടെ കാലഘട്ടം എന്താണ്, ആ കാലഘട്ടത്തിൽ നടന്ന മാറ്റം എന്താണ്, എന്തെങ്കിലും പുതിയ ഉദ്യോഗസ്ഥർ ദിവാൻമാരാരെങ്കിലും വന്നിട്ടുണ്ടോ. ചില രാജാക്കന്മാർ ഇപ്പോൾ അവിട്ടം തിരുനാളിനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ അവിട്ടം തിരുനാളിൻ്റെ കാലത്ത് അവിട്ടത്തിനേക്കാൾ ഫേമസ് ആയത് വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയെ പറ്റിയുള്ള ഫാക്റ്റുകൾ പഠിക്കുക, നാട്ടുകൂട്ടുകളൊക്കെ അല്ല നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഉമ്മിണി തമ്പിയെ പറ്റി പഠിക്കുക, പോലീസ് സംവിധാനം, കാവൽ സംവിധാനം തുടങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ച് വെച്ചിരിക്കുക. അത് ഭയങ്കര ഉപകാരമാണ്. പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ, ഓഷ്യൻ കറണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുറോഷ്യോ കറണ്ട് എന്താണ്, അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് അത് വരുന്നത്, അത് ഏത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് സമുദ്രജല പ്രവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. പിന്നെ നവ സാമ്പത്തിക പരിഷ്കാരത്തിനെ പറ്റി നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ആ നവ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, അപ്പോഴാരായിരുന്നു പ്രധാനമന്ത്രി, ആരായിരുന്നു പ്രസിഡന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായി, പിന്നെ ഇറക്കുമതി ചുങ്കം, കയറ്റുമതി ചുങ്കം, അതൊക്കെ ആ സമയത്ത് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം കൃത്യമായിട്ടൊന്ന് വായിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതും നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടെ സീരിയസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ അതാ മെയിൻ പോയിന്റ്, നമ്മുടെ 30 മാർക്കിൻ്റെ പരിപാടിയാണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 2023 WCP ഒരു പരീക്ഷ നടന്നിട്ടുണ്ട്. 2023 WCP 2023 3 സ്റ്റേജായിട്ട് പരീക്ഷ നടന്നു. ഒരു WCPയും 2 CPയും വെച്ചാണ് പരീക്ഷ നടന്നത്. പിന്നെ 2024 നമ്മൾ 2 പരീക്ഷ, CPയ്ക്ക് ഒരു പരീക്ഷ, WCPയ്ക്ക് സെപ്പറേറ്റ് പരീക്ഷ. നിങ്ങൾക്കറിയാം, അത് നിങ്ങൾക്കറിയാം, എഴുതിയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ 2023 വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് അതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 30 മാർക്കിൻ്റെത് കൃത്യമായിട്ട് പഠിക്കുക. ഇംഗ്ലീഷും മലയാളവും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കുക. മാത്സ് എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ചെയ്ത് പഠിക്കുന്ന വഴി നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസിലേക്കുള്ള ഓപ്പണിങ് കിട്ടും. ഇംഗ്ലീഷും മലയാളം ആണെങ്കിലും കുറേ കോസ്റ്റ്യൻസിലേക്കുള്ള ഓപ്പണിങ് നിങ്ങൾക്ക് കിട്ടുന്നത് വഴി എന്താണ്, പ്രിപ്പറേഷൻ തീയായിട്ട് മുമ്പോട്ട് പോകും. അടുത്തത് BNS ബന്ധപ്പെട്ട് BNS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ട് 2A എന്താണെന്ന് പഠിക്കുക, 2C എന്താണെന്ന് പഠിക്കുക, 2G എന്താണെന്ന് പഠിക്കുക, H എന്താണെന്ന് പഠിക്കുക. H ഒക്കെ കംപ്ലൈൻ്റ് ആണ്, മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു, H ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്. പിന്നെ K എന്താണെന്ന് പഠിക്കുക, L എന്താണ്, O എന്താണ്, X എന്താണ്, പിന്നെ Y എന്ന് വെച്ചാൽ വിക്റ്റിമാണ്, Z എന്താണെന്ന് പഠിക്കുക. X സമൻസ് ആണെങ്കിൽ Z വാറണ്ട് ആണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ A എന്ന് പറയുന്ന ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മെസ്സേജ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചാണ് 2A വരുന്നത്. അത് കൃത്യമായിട്ട് പഠിക്കുക. BNS പറയുമ്പോൾ 4ഉം 11ഉം ശിക്ഷകളെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ശിക്ഷകൾ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ശിക്ഷകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ശിക്ഷകൾ എന്തൊക്കെയാണ് ശിക്ഷകൾ, BNS പ്രകാരം എത്ര തരത്തിലുള്ള ശിക്ഷകൾ തന്നിട്ടുണ്ട്. 11 ഏകാന്ത തടവ് പഠിക്കുക, 14 പഠിക്കുക, 15, 16, 17. 14 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഓഫീസർ അയാളുടെ മേലുദ്യോഗസ്ഥൻ്റെ ഓർഡർ പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നാണ്. കുറ്റകൃത്യം കൃത്യം ചെയ്യുന്ന കുറ്റകരമായി മാറുന്നില്ല, അതായത് ജനറൽ എക്സെപ്ഷൻസിൽ വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ, പിന്നെ ജഡ്ജിയുടെ പ്രവൃത്തി, പിന്നെ ജഡ്ജിൻ്റെ അധികാര പരിധിയെ പറ്റി പറയുന്നുണ്ട്. 17, 18 ആക്സിഡൻറ്റ് പറയുന്നുണ്ട്. ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 17 എന്താണ്, 17 BNS 17 എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു വ്യക്തി അയാൾക്ക് നിയമപരമായി ഒരു അവകാശം കിട്ടിയിരിക്കെ
അയാളൊരു കാര്യം ചെയ്യുന്നു, അത് ഒരു കാര്യം തടയാനായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ CRPC ഉണ്ടായിരുന്ന സമയത്ത് അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തെറ്റിദ്ധാരണ മൂലം ഇപ്പോൾ A എന്ന് പറയുന്ന വ്യക്തി B എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലാനായിട്ട് പോകുന്നതായിട്ട് C എന്ന് പറയുന്ന വ്യക്തി കാണുന്നു. അപ്പോൾ അയാൾ കാണുമ്പോൾ എന്താണ്, A Bയെ കൊല്ലാൻ നിൽക്കുന്നു. അപ്പോൾ ഒരു പൗരൻ ഉണ്ടായിരിക്കേണ്ട പൗരബോധത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടെ എന്ത് ചെയ്യുന്നു, ഇവിടെ A എന്ന് പറയുന്ന വ്യക്തി C എന്ന് പറയുന്ന വ്യക്തി A എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു, അയാളെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കാരണം ഇവിടെ A യാതൊരു കുറ്റവും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു, അയാളെ പിടിച്ചേൽപ്പിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾ നിരപരാധിയാണെന്ന് കണ്ടാലും A Cക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്താലും പോലീസ് ഉദ്യോഗസ്ഥന് Cയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമുക്ക് 17. പിന്നെ 18 ആക്സിഡൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. 19 നമുക്ക് ഓൾറെഡി നമ്മൾ പണ്ട് 81 പഠിച്ചിട്ടുള്ളതാണ്. 20, 21, 22 ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഈ പണിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സെപ്ഷൻസ്, നമ്മൾ ഡെഫിനിഷൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞു, പക്ഷേ പണിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സെപ്ഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർ നോക്കുമ്പോൾ നിങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനല്ലേ ഈ പ്രാവശ്യം കിട്ടിയത്, 2024, 2023 കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം അത് ആദ്യമായിട്ട് കിട്ടിയത് ആർക്കെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. Day 6 ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത Day 7ലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക. Day 7ലേക്ക് നിങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭേദഗതികൾ സ്റ്റാർട്ട് ചെയ്യണം. ഭേദഗതി 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് കൂറുമാറ്റ നിരോധനം 42, 44, 52 കൃത്യമായിട്ട് പഠിക്കുക. വ്യക്തമായിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ റാങ്ക് ഫയൽ മാത്രം ഉപയോഗിച്ച്, റാങ്ക് ഫയൽ കുറ്റം പറയുന്നതല്ല, റാങ്ക് ഫയൽ ഒരു കോച്ചിങ് സ്ഥാപനം അവരുടെ ഒരു റിസർച്ച് പരിമിതിയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ചോദ്യങ്ങൾ അതിന് പുറത്തേക്ക് വരുന്നുണ്ട്. റാങ്ക് ഫയലുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നല്ല നല്ല സോഴ്സസ് വേണം. ആവശ്യമില്ലാതെ വലിച്ചുവാരി എല്ലാ സോഴ്സും ഇട്ട് പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് വേണ്ടത് ലിമിറ്റഡ് സോഴ്സിൽ നിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാക്സിമം ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടത്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഭൂപരിഷ്കരണമായിട്ട് EMSനെ പറ്റി പഠിക്കുക. ഭൂപരിഷ്കരണത്തോട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം, അത് ഏകദേശം വലിയ ടോപ്പിക്കാണ്, പകുതി പഠിച്ചാൽ മതി. അത് വലിയ ടോപ്പിക്കാണ്, ചുമ്മാ വാരി വലിച്ച് മൊത്തം തീർത്ത് പഠിത്തം ബോറാക്കരുത്, പകുതി പഠിക്കുക. പിന്നെ രോഗങ്ങൾ, രോഗകാരികൾ, വൈറസ് രോഗങ്ങൾ നമ്മുടെ പണ്ട് പഠിക്കും. DYSPയുടെ അമ്മച്ചിക്ക് ജലദോഷം എന്നൊക്കെ പറയുന്ന പഴയ കോഡൊക്കെ ഉണ്ട്, അതൊന്നും പഠിക്കണമെന്ന് പറയുന്നില്ല, അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ വൈറസ് രോഗങ്ങൾ എന്തൊക്കെയാണ്, വൈറസ് രോഗകാരികൾ എന്തൊക്കെയാണ്, ആ രോഗം ഇവിടെ ബാധിക്കുന്നു, ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. പിന്നെ വരികൾ, എഴുത്തുകൾ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം, ഇതുപോലുള്ള വരികൾ, രസകരമായിട്ടുള്ള വരികളുണ്ട്, കുഞ്ചൻ നമ്പ്യാരായിട്ട് ബന്ധപ്പെട്ട വരികളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഒന്ന് പഠിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിയ ചങ്ങമ്പുഴയുടെ വരികളാണ്. ഇതുപോലത്തെ കുറച്ച് വരികൾ എന്ത് ചെയ്യുക, ചുമ്മാ ചൊല്ലി ഒരു മാർക്ക് അങ്ങ് വാങ്ങിക്കുക. ചുമ്മാ ചൊല്ലി ഒരു മാർക്ക് വാങ്ങിക്കുക. ചുമ്മാ ചൊല്ലി ഒരു മാർക്ക് വാങ്ങിച്ചെടുക്കുക. ഞാൻ ചുമ്മാ കവിത പറഞ്ഞത് നിങ്ങൾ വാങ്ങിച്ചെടുത്താൽ മതി. പിന്നെ എന്താണ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കായിക പദങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകും. ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതെന്ത് ചെയ്യുക, CPO എഴുതുന്നവരും WCPO CEO എന്തൊക്കെയോ ആയിക്കോട്ടെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങളിവിടെ CPO സ്റ്റേജ് 1 മെൻ CPO, ആ വുമൺ CPO നമ്മൾ പറഞ്ഞു. അപ്പോൾ മെൻ CPO സ്റ്റേജ് 1 ആണ് ഉദ്ദേശിച്ചത്. ആ ഒരു പരീക്ഷയിലെ ചോദ്യമുണ്ട്. എനിക്ക് ജൂലൈ 15-ാം തീയതി എങ്ങനെയാണ് ആ പരീക്ഷ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, 2023 ജൂലൈ 15 ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ BSA ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിനകത്ത് 22, 23, 24 പോലീസ് ഓഫീസറുടെ കൺഫെഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്, അതൊക്കെ പഠിക്കുക. പിന്നെ കേരള പോലീസ് ആക്ട് 29, 31, 33, 37, 38, 39 ഇത്തരം സാധനങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. മാക്സിമം എന്ത് ചെയ്യുക, ഇതിനകത്ത് കിട്ടുന്ന മാക്സിമം ഇൻഫർമേഷൻസ് നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിന് സമയം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കുമ്പം 2025 ആണ് കേട്ടോ. 2020 ഇതിന് സംശയം വിചാരിക്കരുത്. 2025 ജനുവരി 1 മുതൽ 10 വരെയുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. നമുക്കത് ഉപകാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് Day 7ുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് Day 8 നോക്കാം. Day 8 നോക്കുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇതാ CPO പരീക്ഷകൾ, WCPO പരീക്ഷകൾ കൂട്ടുകാരെ നമ്മുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ അറിയുന്നില്ല എന്നുള്ള എക്സൈസിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. CPO നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. സമയമെന്നുള്ള വളരെ പരിമിതമാണ്. തീരുമാനമെന്നും പെട്ടെന്ന് എടുക്കുക. BNS, BNSS, BSA വെച്ചുകൊണ്ട് നിങ്ങൾ യാതൊരു റിസ്ക്കും എടുക്കരുത്. നിങ്ങൾക്ക് അതിനുവേണ്ടി മാത്രം ഇപ്പോൾ കോഡ് യൂണിഫോം എന്നൊരു ബാച്ച് ഓൾറെഡി നമുക്ക് എല്ലാ യൂണിഫോം പരീക്ഷകൾക്കും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് CPO, WCPO പരീക്ഷകൾക്ക് വേണ്ടി IRB ഒക്കെ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ
ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് മാത്രം, സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടൊരു ബാച്ച് സൂപ്പർ നോട്ട്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും കൂടെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ കുറഞ്ഞൊരു റേറ്റിന് തന്നെ CPO WCPO IRBയിലൊക്കെ ഉദ്യോഗസ്ഥരാകണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്കൊരു നല്ല ഓഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ റിസ്ക് എടുത്താണ് ഇത് പഠിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചല്ലേ നിങ്ങൾ പഠിക്കുന്നത്. ഒരു ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ കാണും. ഇനി നിങ്ങൾ റിസ്ക് എടുക്കണ്ട, നിങ്ങൾക്കിത് നേടുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓൾറെഡി റിസ്ക് എടുത്തിട്ടിരിക്കുന്ന ആൾക്കാരാണ്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ മുകളിൽ ഒരു റിസ്ക് എടുത്ത് തലയിലെടുത്ത് കയറ്റി വയ്ക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ 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 അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ശങ്കിക്കേണ്ട, എത്രയും പെട്ടെന്ന് കയറി വരിക, എത്രയും പെട്ടെന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൻ്റെ ഭാഗമാവുക. പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. നമ്മൾ നേരത്തെ ഡേ 8 അല്ലേ പറഞ്ഞത്, നമുക്ക് ഡേ 8 പോകാം. അപ്പോൾ ശരി, 8ാം ദിവസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ, അതിൻ്റെ ശാസ്ത്രജ്ഞർ, ഇവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു പകുതി മൈൻഡ് വെച്ച് പഠിക്കുക. പകുതി മൈൻഡല്ല, പഠിക്കുമ്പോൾ മുഴുവൻ മൈൻഡ് വേണം. വർക്ക് ലോഡ് എടുക്കേണ്ട, അതാണ് ഉദ്ദേശം. പിന്നെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ട് 1 എന്ന് പറയുന്നത് പകുതി ഭാഗമാണ്. പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പഠിത്തത്തിനെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ജ്ഞാനപീഠം കിട്ടിയ മലയാളികൾ, ഇപ്പോൾ MT സാറ് റീസെൻ്റ്ലി മരിച്ചു. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊരു ചോദ്യം വരാം. ജ്ഞാനപീഠം കിട്ടിയ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംഭാവനകൾ, അവരെന്തെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അവർ തിരക്കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, അവർക്ക് എന്തെങ്കിലും ഒരു മരിക്കുന്നതിന് മുമ്പ് അല്ലെ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ബഹുമതികളുണ്ട്, അത് എല്ലാ കാര്യവും കൃത്യമായിട്ട് പഠിക്കുക. ജ്ഞാനപീഠം കിട്ടിയ മലയാളികൾ എല്ലാ പരീക്ഷകൾക്കും വരാൻ സാധ്യതയുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നല്ല ഡീപ്പായിട്ട് വരും. മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ടൈം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക. അത് അവരോടുള്ള ബഹുമാന സൂചകവുമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. NDPS നമ്മൾ ഓൾറെഡി പഠിച്ച് തീർത്താണ്. നേരത്തെ നമ്മൾ അതെന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുക. അപ്പോൾ അതാ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് NDPS നിയമം നമ്മൾ ഫുള്ള് തീർത്തിരിക്കുകയാണ്. ഒരു ടോപ്പിക്ക് നിങ്ങൾ തീർത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവവും ഒന്നുകൂടെ എടുത്തൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ പോക്സോ ആക്ടിലേക്ക് വരിക. 11, 12, 16, 22, 23 ഇത്രയും സാധനങ്ങൾ പഠിക്കുമ്പോൾ പോക്സോയും തീരുകയാണ്. പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 11, 12, 16, 22, 23 എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 66 പഠിക്കുക. പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈബർ ടെററിസം പഠിക്കുക. 67 നമ്മുടെ ഒബ്സീൻ കോണ്ടന്റ് പഠിക്കുക. പിന്നെ അത് പോണോഗ്രഫിയോട് ബന്ധപ്പെട്ടാണ്. പിന്നെ പോണോഗ്രഫി, പിന്നെ ചൈൽഡ് പോണോഗ്രഫി, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്ത് കറണ്ട് അഫെയർ ജനുവരി 11 മുതൽ 20 വരെയുള്ള കാര്യങ്ങൾ, 2025 വീണ്ടും പറയുന്നത്. 11 to 20 വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. എത്ര ലോഡ് ഉണ്ടെങ്കിലും കുറേശ്ശെ ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് പഠിച്ച് പ്രാന്താവാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത്രയും തീർത്തിരിക്കണം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് വരുമ്പോഴത്തേക്കും CPO സ്റ്റേജ് 2 നമ്മുടെ 2023 ജൂലൈ മാസം, എൻ്റെ ഓർമ്മ ചെയ്യണം 22-ാം തീയതി നടന്ന പരീക്ഷയാണ്. SAPയുടെ ഒക്കെ വന്ന പരീക്ഷയാണ്. ആ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യ പേപ്പറിലെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷൊക്കെ വന്നുകൊണ്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കുക. പിന്നെ മാത്സ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ മലയാളവും ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് 19-20 ചോദ്യമുണ്ട്. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നല്ല വ്യക്തവും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എത്ര ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് മാക്സിമം മാർക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. സ്പെഷ്യൽ ടോപ്പിക്കിൽ മാക്സിമം മാർക്ക് അടിച്ചവനെ മുകളിൽ വരൂ. മുകളിൽ വന്നാൽ ഇനിയുള്ള കാലത്ത് ജോലി കിട്ടൂ. തുമ്പത്ത് വന്നിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറയരുത്. നിങ്ങൾ മാക്സിമം പഠിക്കുക. കാണുന്ന എല്ലാ വ്യക്തികളും മേളിൽ വരാൻ വേണ്ടി പഠിക്കുക. നിങ്ങളെ അവരിവരെന്നുള്ള ചിന്തയിൽ വേണ്ട, നിങ്ങൾക്ക് മുകളിലെത്തണം എന്നുള്ള ചിന്തയിൽ പഠിച്ച് വരിക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഡേ 9 പോകാം. ശ്രദ്ധിച്ചു കേട്ടോ. ഡേ 9 പോകുമ്പോൾ ഇവിടെ നമ്മൾ തിരുവിതാംകൂർ രാജവംശം പൂർണ്ണമായിട്ട് തീർക്കുകയാണ്. ബാക്കിയുള്ള 4 രാജാക്കന്മാരോട് എടുത്തിട്ട് പൂർണ്ണമായിട്ട് ചിത്തിര തിരുനാളോടുകൂടി നമ്മൾ ആ വലിയൊരു ടോപ്പിക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വരുമ്പോൾ പെൻസുറാൾ പ്ലാറ്റ്, ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. മാക്സിമം പോയിന്റ് പഠിക്കുക. ഒരുപാട് പോയിന്റ് ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കുക. പിന്നെ നവസാമ്പത്തിക പരിഷ്കരണത്തിനകത്ത് നമ്മുടെ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് NEP എന്നൊരു ചോദ്യം, ന്യൂ എക്കണോമിക് പോളിസി എന്നൊരു ചോദ്യം മസ്റ്റാണ്. അത് മനസ്സിലാക്കി തന്നെ എൻ്റെ കൂട്ടുകാർ പഠിച്ചിട്ട് പോവുക. അടുത്ത കഥാപാത്രങ്ങൾ, കൃതികൾ, കുറേ നല്ല കഥാപാത്രങ്ങൾ, ഭീമൻ, രണ്ടാം ഊഴം, കുറേ ഉണ്ടല്ലോ, അതെല്ലാം പഠിച്ചിട്ട് പോവുക. കഥാപാത്രങ്ങൾ, കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക തന്നെ വേണം. എന്തൊക്കെ സംഭവിച്ചാലും ഒരു 10 കഥാപാത്രവും കൃതികളും എങ്കിലും നിങ്ങൾ ഡെയിലി പഠിച്ചിട്ടേ കിടക്കാവൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കുക. പഠിക്കുക.
ഇവിടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം വരുമ്പോൾ 2023 ഡിസംബർ മാസം 23 നടന്ന ഫയർമാൻ്റെ പരീക്ഷയിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം ചെയ്ത് പഠിക്കുക. അതിൽ മാത്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് മലയാളം മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അതിലൊന്നും യാതൊരു ദാക്ഷിണ്യം വിചാരിക്കരുത്. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. കേരള പോലീസ് ആക്ട് വരുമ്പോൾ ഇവിടെ കൊണ്ട് കേരള പോലീസ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. 57, 61 ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിച്ച് പ്രാന്താവണമെന്നല്ല പറയുന്നത്. ടൈം എടുത്ത് പഠിക്കുക. മിക്സ് ചെയ്ത് ടൈം എടുത്ത് പഠിക്കുക. 57, 61, 64, 69, 77, 98, 117, 18, 19, 20 ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. പിന്നെ IT ആക്ട് നമ്മൾ തീർത്ത് കഴിഞ്ഞു. അതിൽ നമുക്കിനി 72 പിന്നെ 78 എന്നുള്ള സെക്ഷൻ മാത്രമേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക, തീർക്കുക. മുഴുവനായിട്ട് തീർത്ത് ഈ 2 സെക്ഷനോടെ വായിച്ച് IT ആക്ട് റിവിഷനിലേക്ക് പോകും. IT ആക്ട് NDPS നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് തീർത്ത് കഴിഞ്ഞു. CA കറണ്ട് അഫെയർ 21 തൊട്ട് 31 വരെയുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾ 9 ദിവസത്തെ കാര്യങ്ങൾ ഏകദേശ കാര്യങ്ങൾ തീരുമാനമായി കാണും. അവസാന ദിവസം നമ്മുടെ പാർട്ട് സെക്കൻഡ് അവസാന ദിവസം 10ാമത്തെ ദിവസം നമ്മൾ ഭേദഗതിയിലേക്ക് ഭരണഘടന വീണ്ടും എടുത്ത് ഭേദഗതിയിലേക്ക് വരുമ്പോൾ 73, 74, 86, 90, 105, 106 ഇത് രണ്ടും നിങ്ങൾ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ട് പഠിക്കുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഭൂപരിഷ്കരണം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. രോഗകാരികൾ വരുമ്പോൾ നിങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അത് എവിടെ വരുന്നു, എവിടെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ക്ലാസിഫൈ ചെയ്ത് സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കുക. ഇംഗ്ലീഷ് മാത്സ് മലയാളം നിങ്ങൾ നോക്കുമ്പം WCA വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ 2023 പരീക്ഷ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. BNS പഠിക്കുമ്പോൾ നിങ്ങൾ 25 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങൾ കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൺസെൻറ്റ് എടുക്കാനുള്ള ചെറിയ പ്രായത്ര 18 വയസ്സാണ് പിള്ളേരെ, എല്ലാവരും ഓർത്ത് വെച്ചോ. ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. 30, 32, 33 പഠിച്ച് ഈ ഒരു പോർഷൻസ് എന്ത് ചെയ്യുക, ഏകദേശം ഒതുക്കുക. ഇനിയുണ്ട് 35 ടു ഏകദേശം 45 വരെയുള്ള സംഭവങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ BNSS 30, 30, 32, 34 ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ പഠിക്കുമ്പം വളരെ ഡീപ്പായിട്ട് പഠിക്കുക. പിള്ളേരെ ഏറ്റവും വെയിറ്റേജ് കൂടിയ സാധനങ്ങളിലൊന്നാണ് BNSS ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെ കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, ഫെബ്രുവരി 2025 ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. ടോപ്പിക് വൈസ് കറണ്ട് അഫെയർസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് 6 മുതൽ 10 ദിവസം വരെയുള്ള നിങ്ങളുടെ ആ ഒരു പഠനം എന്ത് ചെയ്യേണ്ടത്, നന്നായിട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ പഠിക്കണം, എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നെഗറ്റിവിറ്റി എല്ലാം മാറ്റി വയ്ക്കുക. നിങ്ങളെ നെഗറ്റീവാക്കാൻ ഒരുപാട് ആളുകൾ കാണും. നിങ്ങളതൊന്നും പിന്നെ വീഴരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു അഡ്വൈസ് വാങ്ങിച്ച് മര്യാദയ്ക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല കത്ത് ലെവലിൽ, നല്ല ഫയർ ലെവലിലോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. നല്ല ജോലി, നല്ല ജീവിതം എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.